അടുത്ത ആഴ്ചയിൽ അപ്ട്രെൻഡിലേക്ക് പോകാൻ സാധ്യത ഉള്ള സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുന്നതിന് ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ട്രെൻഡ്സ്, സെക്ടർ പെർഫോമൻസ് റിവ്യൂ എന്നിവ ആവശ്യമാണ്. സാധാരണഗതിയിൽ അത്തരം സ്റ്റോക്കുകൾ ബ്രേക്കൌട്ടുകൾ, ബുള്ളിഷ് ക്യാൻഡൽസ്റ്റിക് ഫോർമേഷൻസ് അല്ലെങ്കിൽ ഓവർസോൾഡ് കണ്ടീഷൻസ് എന്നിവ പോലുള്ള ശക്തമായ ചാർട്ട് പാറ്റേണുകൾ പ്രദർശിപ്പിക്കുന്നു. കൂടാതെ പോസിറ്റീവ് ന്യൂസ് കാറ്റലിസ്റ്റുകളുള്ള സ്റ്റോക്കുകൾ, ശക്തമായ ത്രൈമാസ ഫലങ്ങൾ അല്ലെങ്കിൽ ഡിവിഡൻഡ് പേഔട്ടുകൾ, ബൈബാക്കുകൾ അല്ലെങ്കിൽ തന്ത്രപരമായ വിപുലീകരണങ്ങൾ തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ നിക്ഷേപകരുടെ വികാരത്തെ മുകളിലേക്ക് നയിക്കും. സാമ്പത്തിക വീണ്ടെടുപ്പിന്റെ കാലഘട്ടത്തിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജം, സാങ്കേതികവിദ്യ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള വാൽവിൻഡ് നേരിടുന്ന മേഖലകൾ പലപ്പോഴും വാഗ്ദാനമായ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ ഘടകങ്ങൾ വിശകലനം ചെയ്യുന്നത് ഹ്രസ്വകാലത്തേക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. AI സെലക്ട് ചെയ്ത അപ്പിലേക്ക് പോകാൻ സാധ്യത ഉള്ള സ്റ്റോക്കിന്റെ വിശദാംശം നോക്കാം. ബോഷ് ലിമിറ്റഡ്. ബോഷ് ലിമിറ്റഡിന് ഓട്ടോമോട്ടീവ് ടെക്നോളജി, ഇൻഡസ്ട്രിയൽ ടെക്നോളജി, കൺസ്യൂമർ ഗുഡ്സ്, എനർജി, ബിൽഡിംഗ് ടെക്നോളജി എന്നിവയിൽ സാന്നിധ്യമുണ്ട്. ഡീസൽ, ഗ്യാസോലിൻ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സംവിധാനങ്ങൾ, ഓട്ടോമോട്ടീവ് ആഫ്റ്റർ മാർക്കറ്റ് ഉൽപ്പന്നങ്ങൾ, വ്യാവസായിക ഉപകരണങ്ങൾ, ഇലക്ട്രിക്കൽ പവർ ടൂളുകൾ, സുരക്ഷാ സംവിധാനങ്ങൾ, വ്യാവസായിക, ഉപഭോക്തൃ ഊർജ്ജ ഉൽപ്പന്നങ്ങളും പരിഹാരങ്ങളും തുടങ്ങിയ ഉൽപ്പന്നങ്ങളിൽ ഇത് നിർമ്മിക്കുകയും വ്യാപാരം ചെയ്യുകയും ചെയ്യുന്നു. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 70.54%, FAI 6.19%, DAI 15.78%, പബ്ലിക് 7.5%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 2490, ഏണിംഗ് പെർ ഷെയർ 844.68, റേഷ്യോസ് 20.66. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 39,088, 52 വീക്സ് ഹൈ 39,088, ലാസ്റ്റ് വീക്സ് ഹൈ 34,829. കമ്പനിയുടെ പ്രവർത്തന ഫലങ്ങളും വിപണി പ്രവണതകളും പ്രതിഫലിപ്പിക്കുന്ന ബോഷ് ലിമിറ്റഡിന്റെ സ്റ്റോക്ക് അടുത്തിടെ സമ്മിശ്ര പ്രകടനം കാഴ്ചവച്ചു. ക്വാർട്ടർ 2 ശക്തമായ പ്രവർത്തന അളവുകൾ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സ്റ്റോക്ക് ഗണ്യമായ കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു. എന്നാൽ ലാഭത്തിലെ ഇടിവ് മൊത്തത്തിലുള്ള നിക്ഷേപക വികാരത്തെ ബാധിച്ചു. കമ്പനിയുടെ ശക്തമായ ബിസിനസ് മോഡലും ഓട്ടോമോട്ടീവ്, വ്യാവസായിക വിഭാഗങ്ങളിലെ നേതൃത്വവും പിന്തുണച്ചുകൊണ്ട് ദീർഘകാല പ്രവണത പോസിറ്റീവായി തുടരുന്നു. ടെക്നിക്കലി ബോഷ് ലിമിറ്റഡിന്റെ സ്റ്റോക്ക് ശക്തമായ സപ്പോർട്ട് ലെവലുകൾ നിലനിർത്തിയിട്ടുണ്ട്. ഇത് റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നു. കമ്പനിയുടെ നൂതന സമീപനത്തിലും വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോയിലും സ്റ്റോക്കിന്റെ നിലവിലെ മൂല്യനിർണ്ണയ ഘടകങ്ങൾ. എന്നിരുന്നാലും ക്വാർട്ടർ 2 അറ്റാദായത്തിലെ ഇടിവ് അതിന്റെ പ്രധാന വിപണികളിലെ ചെലവ് വെല്ലുവിളികളും മത്സര സമ്മർദ്ദങ്ങളും ഉയർത്തിക്കാട്ടുന്നു. വളർന്നുവരുന്ന ഓട്ടോമോട്ടീവ് സാങ്കേതികവിദ്യകളിലെ നൂതനത്വത്തിനും വിപണി നേതൃത്വത്തിനുമുള്ള പ്രതിബദ്ധത കാരണം ബോഷിനെ വിശ്വസനീയമായ ദീർഘകാല നിക്ഷേപമായാണ് വിശകലന വിദഗ്ധർ കാണുന്നത്. ആഗോള മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുന്ന ബോഷിന്റെ ഇലക്ട്രിക് മൊബിലിറ്റിയിലും ഊർജ്ജകാര്യക്ഷമമായ പരിഹാരങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കൂടാതെ കമ്പനിയുടെ ക്വാർട്ടർ 2 ഫലങ്ങൾ ശക്തമായ വരുമാന വളർച്ചയും പ്രവർത്തന മാർജിനുകളിലെ പുരോഗതിയും എടുത്തുകാട്ടുന്നു. വെല്ലുവിളികളെ ഫലപ്രദമായി നാവിഗേറ്റ് ചെയ്യാനുള്ള അതിന്റെ കഴിവ് കാണിക്കുന്നു. ക്വാർട്ടർ 2 ബോഷ് ലിമിറ്റഡ് എബിറ്റിഡായിൽ 14.1% വാർഷിക വർധനവ് റിപ്പോർട്ട് ചെയ്തു. ഇത് 560.5 കോടിയിലെത്തി. മാർജിനുകൾ 12.8% ആയി മെച്ചപ്പെട്ടു. വരുമാനം 6.4% ഉയർന്ന് 4,394.3 കോടി രൂപയായി. എന്നിരുന്നാലും അറ്റാദായത്തിൽ 46.4% കുത്തനെ ഇടിവ് രേഖപ്പെടുത്തി. ബോഷ് ലിമിറ്റഡ് അതിന്റെ വൈവിധ്യമാർന്ന ഓഫറുകളും നൂതന സാങ്കേതികവിദ്യകളും പ്രയോജനപ്പെടുത്തി വിപണിയിൽ ശക്തമായ ഒരു സ്റ്റോക്കായി തുടരുന്നു. അറ്റാദായത്തിലെ ഇടിവ് ഹ്രസ്വകാല നിക്ഷേപകരെ ആശങ്കപ്പെടുത്തുമെങ്കിലും സുസ്ഥിരവും നൂതനവുമായ പരിഹാരങ്ങളിൽ കമ്പനിയുടെ ശ്രദ്ധ ദീർഘകാല വളർച്ചാ സാധ്യതയെ സൂചിപ്പിക്കുന്നു. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. പെർസിസ്റ്റന്റ് സിസ്റ്റംസ്. പൂനെ ആസ്ഥാനമായുള്ള ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര സാങ്കേതിക സേവന കമ്പനിയാണ് പെർസിസ്റ്റന്റ് സിസ്റ്റംസ്. ഇത് പ്രാഥമികമായി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, എൻഡ്പോയിന്റ് സെക്യൂരിറ്റി, ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ് സേവനങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നു.
Technical performance. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 30.66%, FII 23.34%, DII 27.37%, പബ്ലിക് 16.96%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 1093, ഏണിംഗ് പെർ ഷെയർ 72.44, റേഷ്യോസ് 22.05. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 6042, 52 വീക്സ് ഹൈ 6042, ലാസ്റ്റ് വീക്സ് ഹൈ 5868. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മേഖലകളിലെ ശക്തമായ സ്ഥാനത്തെ പ്രതിഫലിപ്പിക്കുന്ന പെർസിസ്റ്റന്റ് സിസ്റ്റങ്ങളുടെ സ്റ്റോക്ക് സ്ഥിരമായ വളർച്ച പ്രകടമാക്കി. കമ്പനിയുടെ സ്ഥിരമായ വരുമാന വളർച്ചയും വികസിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതിക പ്രവണതകളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവും നിക്ഷേപകരുടെ താൽപര്യം ആകർഷിക്കുന്നത് തുടരുന്നു. ഡിജിറ്റൽ എഞ്ചിനീയറിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, AIML സൊല്യൂഷനുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പെർസിസ്റ്റന്റ് സിസ്റ്റംസ് നന്നായി പരിഗണിക്കപ്പെടുന്നു. ഇത് ഉയർന്ന ഡിമാൻഡുള്ള മേഖലകളിൽ അതിനെ ഒരു നേതാവാക്കി മാറ്റുന്നു. IT മേഖലയിലെ സംപ്രായക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ മൂല്യനിർണ്ണയം അനുകൂലമായി തുടരുന്നു. ഹെൽത്ത് കെയർ, ബാങ്കിംഗ്, ഫിനാൻസ് വെർട്ടിക്കലുകളിലുടനീളം പുതിയ ഡീലുകൾ ഉറപ്പിക്കുന്നതിനായി പെർസിസ്റ്റന്റ് സിസ്റ്റംസ് വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. സമീപകാല പ്രഖ്യാപനങ്ങൾ AI അധിഷ്ഠിത പരിഹാരങ്ങളിലുള്ള അതിന്റെ വർദ്ധിച്ച നിക്ഷേപവും പുതിയ ഭൂമിശാസ്ത്രത്തിലേക്ക് വികസിക്കുന്നതിലുള്ള ശ്രദ്ധയും എടുത്തുകാണിക്കുന്നു. ഈ നീക്കങ്ങൾ ഡിജിറ്റൽ പരിവർത്തനത്തിലേക്കുള്ള ആഗോള മാറ്റവുമായി പൊരുത്തപ്പെടുകയും സ്ഥിരമായ വളർച്ചയ്ക്ക് അടിത്തറ നൽകുകയും ചെയ്യുന്നു. ക്വാർട്ടർ 2-ൽ പെർസിസ്റ്റന്റ് സിസ്റ്റംസ് ശക്തമായ വരുമാന വർധനവ് റിപ്പോർട്ട് ചെയ്തു. 2897.15 കോടി രൂപയുടെ വരുമാനം കമ്പനി റിപ്പോർട്ട് ചെയ്തു. ഇത് 20.1% വാർഷിക വർധനയും 5.8% ക്വാർട്ടർ ടു ക്വാർട്ടർ വളർച്ചയും രേഖപ്പെടുത്തി. പാറ്റ് 325 കോടിയാണ്. ഇത് പ്രതിവർഷം 23.4% ഉയർച്ചയും ക്വാർട്ടർ ടു ക്വാർട്ടർ 6.1% വർധനയും പ്രതിഫലിപ്പിക്കുന്നു. EBITDA 18.7%, വർഷം തോറും 5.6% ക്വാർട്ടർ ടു ക്വാർട്ടർ വർദ്ധിച്ച് 480.73 കോടിയിലെത്തി. ഇത് കമ്പനിയുടെ പ്രവർത്തനക്ഷമതയെ അടിവരയിടുന്നു. പുതിയ ഡീലുകളുടെ മൊത്തം കരാർ മൂല്യം $529 മില്യൺ. വാർഷിക കരാർ മൂല്യം $348.3 മില്യൺ. കമ്പനിയുടെ ശക്തമായ ഓർഡർ ബുക്കിനും അതിന്റെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സേവനങ്ങൾക്കായുള്ള സ്ഥിരമായ ഡിമാൻഡിനും ഊന്നൽ നൽകി. വരുമാനം വർദ്ധിപ്പിക്കുന്ന ഡിജിറ്റൽ എഞ്ചിനീയറിംഗ് സേവനങ്ങൾക്ക് ശക്തമായ ഡിമാൻഡ് ഉള്ളതിനാൽ കമ്പനി അതിന്റെ വളർച്ചാ പാത നിലനിർത്താൻ സാധ്യതയുണ്ട്. AIയിലെ പെർസിസ്റ്റന്റ് സിസ്റ്റങ്ങളുടെ നിക്ഷേപങ്ങളും പ്രധാന ക്ലൗഡ് ദാതാക്കളുമായുള്ള പങ്കാളിത്തവും ഭാവിയിലെ വിപുലീകരണത്തിന് മികച്ച സ്ഥാനം നൽകുന്നു. ഹ്രസ്വകാല ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാമെങ്കിലും ദീർഘകാല നിക്ഷേപകർക്ക് സ്ഥിരമായ വരുമാനം സ്റ്റോക്ക് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൺക്ലൂഷൻ. ബോഷ് ലിമിറ്റഡും പെർസിസ്റ്റന്റ് സിസ്റ്റങ്ങളും വരും ആഴ്ചയിൽ മുകളിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളവയാണ്. അവരുടെ ശക്തമായ അടിസ്ഥാനങ്ങളും മേഖലാ പ്രവണതകളും പിന്തുണയ്ക്കുന്നു. ബോഷ് ലിമിറ്റഡ് ക്വാർട്ടർ 2-ലെ അറ്റാദായത്തിൽ ഇടിവുണ്ടായിട്ടും ശക്തമായ വരുമാന വളർച്ചയും മാർജിൻ മെച്ചപ്പെടുത്തലും പ്രകടമാക്കി. നവീകരണത്തിലും സുസ്ഥിരമായ സാങ്കേതികവിദ്യകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു, പ്രത്യേകിച്ചും വാഹന മേഖലയ്ക്ക് ആക്കം കൂട്ടുമ്പോൾ. മറുവശത്ത് പെർസിസ്റ്റന്റ് സിസ്റ്റംസ് ശക്തമായ ഡീൽ പൈപ്പ്ലൈനിനൊപ്പം ഗണ്യമായ വരുമാനവും ലാഭവും നേടിയുകൊണ്ട് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ക്ലൗഡ് സൊല്യൂഷനുകൾ, AI അധിഷ്ഠിത സാങ്കേതികവിദ്യകൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നത് ഉയർന്ന ഡിമാൻഡുള്ള മേഖലകളുമായി യോജിപ്പിക്കുന്നു. ഇത് IT സ്പേസിലെ സ്ട്രോങ് സ്റ്റോക്ക് ആക്കി മാറ്റുന്നു. രണ്ട് കമ്പനികളും പ്രതിരോധശേഷിയും വളർച്ചാ സാധ്യതയും കാണിക്കുന്നു. അടുത്ത ആഴ്ചയിലെ വിപണി പ്രവണതകളിലേക്ക് നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. Thank you.